അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 68ാമത്തെ ഒരു ഭാഗത്ത്, കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ബദറിനും ഉഹദിനും ഇടയിൽ അരങ്ങേറിയ പ്രധാനപ്പെട്ട ചില സൈനിക സംരംഭങ്ങളെ സംബന്ധിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ കഅബ് ബിൻ അഷ്റഫുമായി ബന്ധപ്പെട്ട ആ വിഷയവും വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഒരു പോയിന്റിൽ നമ്മളുള്ളത് ഹിജറ വർഷം 3-ലാണ്. ഹിജറ വർഷം 3 ശവ്വാൽ മാസത്തിലാണ് ഉഹദ് യുദ്ധം അരങ്ങേറുന്നത്. അതിനു മുമ്പായി നടക്കുന്ന പ്രധാനപ്പെട്ട ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് റസൂലുള്ളാഹിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ അരങ്ങേറുന്നുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിവാഹമാണ്. ഇപ്പോൾ ഹിജറ വർഷം 3 ശഅബാൻ മാസത്തിൽ, ഇപ്പോൾ നമുക്കറിയാം നിലവിൽ ഈ ഒരു പോയിന്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 ഭാര്യമാരാണുള്ളത്. ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹയും സൗദ റളിയല്ലാഹു അൻഹുവും. അപ്പോൾ ടോട്ടൽ ഇതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, നമുക്കറിയാം മക്കി കാലഘട്ടത്തിൽ തന്നെ അവർ മരണപ്പെട്ടു. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4ാമത്തെ ഭാര്യയാകാൻ പോകുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഈ ഒരു പോയിന്റിൽ അവർ വിധവയാണ്. ഇപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ മാതാവ്, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സൈനബ് ബിൻത്ത് മദ്ഊൻ, ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ഈ ഒരു പോയിന്റ് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് നമ്മൾ തിരിച്ചെത്തുന്നതാണ്. ഇപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ നേർക്ക് നേരെയുള്ള സഹോദരനാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവർ ഈ ഒരു പോയിന്റിൽ വിധവയാണെന്ന് അവൻ പറഞ്ഞു. അവർ നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്നു. നേരത്തെ അവർ വിവാഹം കഴിച്ചത് ഒരു സ്വഹാബി, ഹുനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു എന്ന പേരിലുള്ള ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബി നമ്മൾ കൂടുതലാരും കേട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം മക്കി കാലഘട്ടത്തിൽ നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ച അസ്സാബിഖൂനൽ അവ്വലൂൻ, വളരെ നേരത്തെ ഇസ്ലാം സ്വീകരിച്ചത് മാത്രമല്ല, ഇബ്നു ഇസ്ഹാഖും വാഖിദിയെല്ലാം രേഖപ്പെടുത്തിയത് പ്രകാരം അദ്ദേഹം ആദ്യത്തെ ഹിജറ, അബ്സീനിയൻ ഹിജറയിലും ഈ ഒരു സ്വഹാബി ഹുനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹുവും ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹ അവർ ആദ്യത്തെ ഹിജറയിൽ അവർ പങ്കെടുത്തിരുന്നു. പിന്നീട് അവർ ആ മക്കയിലേക്ക്, ആ കിംബദന്തി നമുക്കറിയാം, മക്കയിലേക്ക് അവർ തിരിച്ചെത്തി. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 2ാമത്തെ ഹിജറ, ആ മദീനൻ ഹിജറയിലും അവർ പങ്കെടുത്തു. അതുമാത്രമല്ല, ഈ സ്വഹാബി അദ്ദേഹം ബദരിയാണ്. ബദർ യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ബദർ യുദ്ധാനന്തരം ഒരുപക്ഷെ അല്ലാഹു അലം ബദർ യുദ്ധത്തിലേറ്റ പരിക്കോ മറ്റോ കാരണം യുദ്ധത്തിന് ശേഷം ഒരല്പം കഴിഞ്ഞപ്പോഴാണ് ഹുനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. യുദ്ധത്തിലല്ലാന്ന് പ്രത്യേകം പറയാനുള്ള കാരണം, ഇപ്പോൾ നമുക്കറിയാം ബദറിൽ ഷഹീദായിട്ടുള്ള ആ ശുഹദാക്കളുടെ ലിസ്റ്റ് നമുക്കറിയാം. ആ പേരുകൾ ഓരോന്നായിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പേരുകൾക്കിടയിൽ ഈ സ്വഹാബിയുടെ പേര് കാണില്ല. അപ്പോൾ ബദർ യുദ്ധത്തിന് ശേഷമാണ് ഈ ഹുനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ട് അവർ ആ ദമ്പതികൾക്ക് സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ ഈ ഒരു സന്ദർഭത്തിൽ അവർ വിധവയാവാണ്. അവരുടെ പ്രായം 25 വയസ്സിന് താഴെ മാത്രമാണ് അവരുടെ പ്രായം. ഇപ്പോൾ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്യധികം വിഷമത്തിലാണ്. കാരണം യുവതിയായിട്ടുള്ള തൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ അവർ വിധവയായിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ടി യോഗ്യനായിട്ടുള്ളൊരു വരനെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തിയ പേര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഒരു സന്ദർഭത്തിൽ പെട്ടെന്നുള്ള തൻ്റെ ഭാര്യയുടെ വേർപാടിൻ്റെ വിഷമത്തിൽ ആ മദീനയിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ റസൂലുള്ളാഹിൻ്റെ പുത്രി കൂടെയായ റുഖയ്യ റളിയല്ലാഹു അൻഹ ആ ബദറിൻ്റെ വിജയദിനത്തിലാണ് അവർ വഫാത്താകുന്നത്. അതുമാത്രമല്ല, അവർ വഫാത്താകുന്ന സന്ദർഭത്തിൽ അവർക്കൊരു ചെറിയ കുട്ടി, അതായത് ആ 5 വയസ്സിൽ താഴെ മാത്രം പ്രായമുണ്ടായിരുന്ന അബ്ദുള്ള എന്നുള്ളൊരു സന്താനവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഭാര്യയുടെ ആ പെട്ടെന്നുള്ള വേർപാടിൻ്റെ ആ വിയോഗത്തിൻ്റെ വിഷമത്തിൽ, ആ വിഷമം സഹിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത് മനസ്സിലാക്കിയ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയാണ്. ഈ ഒരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, എൻ്റെ പിതാവ് ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു സന്ദർഭത്തിൽ ഉസ്മാനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഉസ്മാൻ ഇൻ ശിഅ്ത അൻകഹ്തുക ഹഫ്സ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മകൾ ഹഫ്സയെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം.
അത് കേട്ട സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ ഒരു പ്രതികരണം ഒരല്പം വിഷമിപ്പിച്ചു. കാരണം തീർച്ചയായിട്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഇണയെ, ഒരു തുണയെ ആവശ്യമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരല്പം ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയാനുള്ള കാരണം? ഏതായിരുന്നാലും ഉമർ റളിയല്ലാഹു അൻഹു ക്ഷമയോടുകൂടെ ഒരു മറുപടിക്ക് വേണ്ടി ദിവസങ്ങൾ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരല്പ ദിവസത്തിന് ശേഷം വീണ്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് അതേ ആവശ്യം ഉന്നയിച്ച സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ, ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അദ്ദേഹം ആ ഒരു പ്രപ്പോസൽ മാന്യമായിട്ട് നിരസിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് വലിയ വിഷമമുണ്ടാക്കി. കാരണം എല്ലാ അർത്ഥത്തിലും ഒരു ഇണയെ ആവശ്യമുണ്ടായിട്ടും ഒരു ചെറിയ കുട്ടിയെല്ലാം കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് തൻ്റെ മകളെ സ്വീകരിക്കാൻ ഉസ്മാൻ സന്നദ്ധാകാതിരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് മനസ്സിലായില്ല. ഏതായിരുന്നാലും ആ ഒരു വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തതായിട്ട് തൻ്റെ ഉറ്റമിത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയാണ്. അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബൂബക്കർ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ മകൾ ഹഫ്സയെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരക്ഷരം ഉരുവിടുന്നില്ല. സമ്പൂർണ്ണ മൗനം മാത്രമായിരുന്നു മറുപടി. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹദീസിൽ വായിക്കാൻ സാധിക്കും, വകുൻതു അലൈഹി ഔജദ മിന്നി അല ഉസ്മാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണത്തേക്കാൾ എന്നെ വേദനിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മൗനമായിരുന്നു. കാരണം ഒരു മറുപടിയും പറയുന്നില്ല. അപ്പോൾ തൻ്റെ അടുത്ത രണ്ട് കൂട്ടുകാരും എന്തുകൊണ്ടാണ് തൻ്റെ മകളെ സ്വീകരിക്കാതിരിക്കുന്നത്? എന്താണ് തൻ്റെ മകൾക്കുള്ള അയോഗ്യത? അപ്പോൾ മകളുടെ കാര്യത്തിൽ അവർ രണ്ടാളും കാണിച്ച ആ ഒരു അവഗണന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അങ്ങേയറ്റം, അത് കാരണം അങ്ങേയറ്റം ദേഷ്യവും സങ്കടം എല്ലാം വരികയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു വിഷമം പങ്കുവെക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോവാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തി റസൂലുള്ള കാര്യം അന്വേഷിച്ചു, ഉമർ എന്ത് പറ്റി, എന്താണ് മുഖത്തൊരു വിഷമം? അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സംഭവം എല്ലാം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട സന്ദർഭത്തിൽ റസൂലുള്ള പുഞ്ചിരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രതികരണം, ആ പ്രതികരണം കേട്ട സന്ദർഭത്തിലാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ അടുത്ത രണ്ട് സുഹൃത്തുക്കളും നടത്തിയ പ്രതികരണത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ മറുപടിയുടെ ആ പൊരുൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ സന്ദർഭത്തിലാണ് മനസ്സിലായത്. എന്തായിരുന്നു റസൂലുള്ളാഹിൻ്റെ പ്രതികരണം? റസൂലുള്ള പറഞ്ഞു, ഉമർ വിഷമിക്കേണ്ടതില്ല, നിങ്ങളുടെ മകൾ ഹഫ്സക്ക് ഉസ്മാനേക്കാൾ ഉത്തമനായിട്ടുള്ളൊരു ഭർത്താവിനെ ലഭിക്കും. അതേ സന്ദർഭത്തിൽ ഉസ്മാനാകട്ടെ താങ്കളുടെ മകളേക്കാൾ ഉത്തമയായിട്ടുള്ളൊരു ഭാര്യയും ലഭിക്കും. അതായിരുന്നു റസൂലുള്ളാഹിൻ്റെ മറുപടി. അപ്പോൾ ആ മറുപടിയിൽ നിന്നും വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷം വരാണ്. കാരണം അതിലും വലിയൊരു സൗഭാഗ്യം എന്ത് വേണം? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഈ ഒരു താല്പര്യം നേരത്തെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടും സൂചിപ്പിച്ചിരുന്നു. അത് അറിയുന്നത് കാരണമാണ് ഈ രണ്ടാളുകളും ആ രൂപത്തിൽ പ്രതികരിക്കാനുണ്ടായ കാരണം. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞ ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ എത്തി. അങ്ങനെ അവിടെ എത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ, നിങ്ങൾ മകൾക്ക് വേണ്ടി വിവാഹം അന്വേഷിച്ച സന്ദർഭത്തിൽ ഞാൻ ആ രൂപത്തിൽ മറുപടി പറഞ്ഞതിൽ നിങ്ങൾക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു വളരെ കൂളായിട്ട് പറഞ്ഞു, അതെ, എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ താല്പര്യം നേരത്തെ തന്നെ ഞങ്ങളോട് പങ്കുവച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ രൂപത്തിൽ, അത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, ആ രൂപത്തിൽ മൗനത്തിൽ നിൽക്കാനുള്ള കാരണം. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ ഒരു രഹസ്യം അത് റസൂലുള്ളാഹിൻ്റെ സമ്മതമില്ലാതെ പുറത്ത് പറയാൻ എനിക്കാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ മൗനം അവലംബിച്ചത്. മനോഹരമായിട്ടുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി അവരായിട്ടൊരു സദസ്സിൽ ആ ഒരു താല്പര്യം പങ്കുവച്ചിരുന്നു. അത് തീർച്ചയായിട്ടും ആ രൂപത്തിൽ സദസ്സിൽ ഒരു പ്രൈവറ്റായിട്ടൊരു കാര്യം നമ്മളോട് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ, മറ്റൊരു ഹദീസിന് റസൂലുള്ളാഹി പഠിപ്പിച്ചു, അൽ മജാലിസു ബിൽ അമാന, അതായത് ഒരു സദസ്സിൽ ഒരു പ്രൈവറ്റായിട്ടൊരു സംസാരം നടക്കുന്നുണ്ടെങ്കിൽ ആ സംസാരം ഡീഫോൾട്ടായിട്ട് അത് ഒരാളുടെ രഹസ്യമാണ്. അതൊരിക്കലും ഒരാളുടെ സമ്മതമില്ലാതെ മറ്റൊരാളോട് പറയാൻ പാടില്ല എന്നുള്ള, സുബ്ഹാനല്ലാഹ്, മനോഹരമായിട്ടുള്ള പാഠമാണ്. ഇപ്പോൾ റസൂലുള്ളാഹി നേരത്തെ അവരായിട്ടുള്ള സംസാരത്തിൽ തൻ്റെ ആ ഒരു താല്പര്യം സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അത് ഉറപ്പിക്കാതെ നേരെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പോയി പറയുകയാണെങ്കിൽ ഒരുപക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മറ്റെന്തെങ്കിലും കാരണത്താൽ ആ തീരുമാനം മാറ്റുകയാണെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത നിരാശയുണ്ടാകും. അപ്പോൾ ഏതൊരു കാര്യത്തിലും അവിടെ മനോഹരമായിട്ടുള്ള മാതൃക. ഇപ്പോൾ നമ്മളോട് ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇതേ രൂപത്തിൽ വിവാഹമായിട്ട് ബന്ധപ്പെട്ട്
നമുക്ക് ഇന്ന ആൾ ആലോചിച്ചാലോ എന്നുള്ള ഒരു സംസാരം നടത്തിയ ഉടനെ തന്നെ നേരിട്ട് പിറ്റേ ദിവസം അയാളോട് പോയി പറയുന്നു. അപ്പോൾ അയാൾ മനസ്സിൽ വല്ലാതെ ആശിക്കുകയാണ്. പിന്നീട് അല്പ ദിവസം കഴിഞ്ഞ് ഇയാൾ തീരുമാനം മാറ്റുകയാണെങ്കിൽ ആ മറ്റേ ആൾക്ക് വല്ലാത്ത നിരാശ അതുണ്ടാക്കും. അത് ഈ വിവാഹ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലും ഇന്ന ഒരാളെ നമുക്ക് കമ്പനിയിൽ എടുത്താലോ എന്നുള്ളൊരു ആലോചന നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ അത് കേട്ട് ഉറപ്പിക്കാതെ അയാളോട് പോയിട്ട് അതിനെ സംബന്ധിച്ച് പറയുന്നു. അയാൾ വല്ലാതെ സ്വപ്നം കാണാൻ. പിന്നീട് ഒരു പക്ഷേ അയാളെക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ കിട്ടുന്നു. അത് വെക്കുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ ആളിൽ വല്ലാത്ത നിരാശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഏതൊരു കാര്യമായാലും ഇതേ രൂപത്തിൽ പ്രൈവറ്റായിട്ട് നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അയാളുടെ രഹസ്യമാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രതികരണത്തിൽ നമുക്ക് ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള പാഠം. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാനമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ വലൗ തറക്കഹ ലഖബിൽതുഹ, ഞാൻ അവളെ സ്വീകരിക്കാൻ വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കുമായിരുന്നു. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമർ റളിയല്ലാഹു അൻഹു അത്യധികം സന്തോഷവാനാണ്. അങ്ങനെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ. അപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു വിവാഹത്തിലുള്ള മനോഹരമായിട്ടുള്ള യുക്തി എന്താണെന്ന് വെച്ചാൽ അതുവഴി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുമായിട്ടുള്ള ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തിപ്പെടുത്തുകയാണ്. മനോഹരമായിട്ടുള്ളൊരു കാര്യം. നമുക്കറിയാം, ഖുലഫാഉർ റാഷിദീങ്ങളായിട്ട് വരുന്ന 4 ഖലീഫമാരായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ബോണ്ട് സൃഷ്ടിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനും അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനും അവർക്ക് രണ്ടാൾക്കും തൻ്റെ മക്കളെ അങ്ങോട്ട് നൽകി. അതേ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മക്കളെ റസൂലുള്ളാഹി ഇങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്തു. ആ രൂപത്തിൽ മനോഹരമായിട്ടുള്ളൊരു ബോണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4 ആളുകളായിട്ട് സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ. അതോടൊപ്പം ഇനി മറുവശത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ഭാര്യയെ നഷ്ടപ്പെട്ട വിഷമത്തിലാണ്. അപ്പോൾ ആ ബദറിൻ്റെ വിജയദിനം മുതൽ തൻ്റെ പ്രിയതമയുടെ പെട്ടെന്നുള്ള വിയോഗത്തിൻ്റെ ആ വിഷമവും ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കൂടുതലൊന്നും കൊതി തീരും വരെ അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് കാലം മക്കി കാലഘട്ടത്ത് ആ വിവാഹം നടക്കുന്നു. മക്കയിലുള്ള കഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ കാരണം, അവിടെയുള്ള പീഡനവും മറ്റും കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹയും കൂട്ടി അവർ അബ്സീനിയയിലേക്ക് ആദ്യത്തെ ഹിജറയിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. ആ അബ്സീനിയയിലേക്ക് ഹിജറ പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, റുഖയ്യ റളിയല്ലാഹു അൻഹ ആ സന്ദർഭത്തിൽ ഗർഭിണിയായിരുന്നു. അങ്ങനെ അബ്സീനിയയിൽ എത്തിയ സന്ദർഭത്തിൽ അബ്സീനിയയിൽ മുസ്ലിങ്ങൾക്ക് ആദ്യമായിട്ട് പിറന്ന കുഞ്ഞ് അത് ഉസ്മാൻ റുഖയ്യ ദമ്പതികൾക്കുണ്ടായ അബ്ദുള്ള എന്നുള്ള ആ ഒരു സന്താനമാണ് മുസ്ലിങ്ങൾക്ക് അബ്സീനിയയിൽ ആദ്യമായിട്ട് ലഭിച്ച സന്താനം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കിടാവ്. പിന്നീട് ഒരല്പം കഴിഞ്ഞപ്പോൾ ആ ഒരു കുഞ്ഞിനെയും കൂട്ടി അവർ മക്കയിലേക്ക് തിരിച്ചു വരുന്ന അങ്ങനെ രണ്ടാമത്തെ ഹിജറ മദീനയിലേക്കുള്ള ഹിജറയിലും അവർ പങ്കെടുത്തു. മദീനയിൽ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ കേവലം 5 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ആ അബ്ദുള്ളയെയും തനിച്ചാക്കിക്കൊണ്ട് റുഖയ്യ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. അതിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ചില ഉദ്ധരണികളിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ദിവസങ്ങളോളം മാസങ്ങളോളം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചിരി പോലുണ്ടായിരുന്നില്ല എന്നുള്ള ആ മുഖത്ത് കൃത്യമായിട്ട് ആ വിഷമം പ്രകടമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലാക്കി. ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മുഖത്തുള്ള വിഷമത്തിൻ്റെ കാഠിന്യം കാരണം റസൂലുള്ളാഹി ചോദിച്ചു, ഉസ്മാൻ എന്തു പറ്റി, വല്ലാതെ ആയിരിക്കുന്നല്ലോ. ആ സന്ദർഭത്തിൽ ആ റസൂലുള്ളാഹിക്ക് അറിയാമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ മരണം അതേപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങളാണ് എന്നെ ഇത്രയേറെ വിഷമിപ്പിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ മരണം, അതായത് റസൂലുള്ളാഹിൻ്റെ മകളുടെ മരണം മനസ്സിലായി. എന്താണ് മറ്റ് ചില കാര്യങ്ങൾ? അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മറുപടി, ഇൻഖതഅ സൈരി വ ഖുർബി മിൻക ബിമൗതിഹ. ഓ പ്രവാചകരെ, അവരുടെ ആ മരണത്തോടുകൂടെ താങ്കളുമായിട്ടുള്ള ആ ഒരു അടുത്ത ബന്ധവും അതോടുകൂടെ മുറിഞ്ഞു പോയില്ല. അതാണ് എന്നെ ആ മരണത്തോടൊപ്പം തന്നെ എന്നെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ആ ഒരു വിഷമം റസൂലുള്ളാഹിക്ക് മനസ്സിലാവുകയാണ്. അതിൽ രണ്ടാമതായി പങ്കുവെച്ച ആ കാര്യം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ അതിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാനുള്ള തൻ്റെ അടുത്ത മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ. അതുവഴി റസൂലുള്ളാഹിൻ്റെ 2 പുത്രിമാരെ വിവാഹം കഴിക്കാനുള്ള ചരിത്രത്തിലെ ആ ഒരു അപൂർവ സൗഭാഗ്യം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലഭിക്കാൻ.
ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ പരിശോധനയിൽ മുഴുവൻ ചരിത്രം, അതായത് ബനു ഇസ്രായേലിലെയും മറ്റുമെല്ലാം ചരിത്രം പരിശോധിച്ച സന്ദർഭത്തിൽ ചരിത്രത്തിലെവിടെയും ഒരു പ്രവാചകൻ്റെ 2 പുത്രിമാരെ വിവാഹം കഴിക്കാനുള്ള ഒരു സൗഭാഗ്യം ചരിത്രത്തിൽ മറ്റാർക്കും ലഭിച്ചിട്ടില്ല. ആ ഒരു അപൂർവ സൗഭാഗ്യം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചരിത്രത്തിൽ ദുന്നൂറൈൻ, ഇരട്ട വെളിച്ചത്തിൻ്റെ ഉടമ എന്നുള്ള ആ ഒരു അപരനാമം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കാനുള്ള കാരണം. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ അടുത്ത മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുകയാണ്. മറ്റൊരു സൈഡ് പോയിന്റ്, ആദ്യ ഭാര്യ റുഖിയ റളിയല്ലാഹു അൻഹയിലുണ്ടായ സന്താനം അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആ കുട്ടി പിന്നീട് ഏറെക്കാലമൊന്നും ജീവിക്കുന്നില്ല. 6-ാം വയസ്സിൽ തന്നെ ആ കുട്ടി മരണപ്പെടുന്നുണ്ട്. മദീനയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്തോ ഒരു പക്ഷി, കോഴിയോ മറ്റോ വന്ന് മുഖത്ത് കണ്ണിന് താഴെ കൊത്തി ആ മുറിവ് പിന്നീട് ഇൻഫെക്ഷനായ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 6-ാം വയസ്സിൽ തന്നെ റസൂലുള്ളാഹിൻ്റെ ആ പേരക്കിടാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു അവർ മരണപ്പെടുന്നുണ്ട്. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയോടൊപ്പം പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടെയുള്ള അവരുടെ ആ ദാമ്പത്യ ജീവിതവും ഏറെക്കാലമൊന്നും നീണ്ടു നിൽക്കുന്നില്ല. നമുക്കറിയാം മുന്നോട്ടുള്ള ചരിത്രം, വെറും 7 വർഷം മാത്രമാണ് അവർ ജീവിക്കുന്നത്. ഹിജ്റ വർഷം 9-ൽ റസൂലുള്ളാഹിൻ്റെ ആ ഒരു പുത്രിയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും ഈ ലോകത്തോട് വിട പറയാണ്. അവർക്ക് സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ഖബറടക്കിയതിന് ശേഷം ആ ഒരു സന്ദർഭത്തിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം വിഷമത്തോടു കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. ആ കണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്ന ചില വാക്കുകളുണ്ട്, അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ടുള്ള ചരിത്രം പറഞ്ഞത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഓ ഉസ്മാൻ, ഇനി നിങ്ങൾക്ക് നൽകാൻ എൻ്റെ കയ്യിൽ പെൺമക്കൾ ഒന്നും അവശേഷിക്കുന്നില്ല. എൻ്റെ കയ്യിൽ പെൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് 40 പുത്രിമാരുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് നൽകിയേനെ. അത്രയും ഉദാത്തമായിട്ടുള്ള, അത്രയും വലിയൊരു സൽസ്വഭാവത്തിൻ്റെ, അല്ലെങ്കിൽ അത്രയും വലിയൊരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കേണ്ട ഒരു സൈഡ് പോയിന്റ്, പിന്നീട് അതിന് ശേഷം റസൂലുള്ളാഹിൻ്റെ വഫാത്ത് വരെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നില്ല. പക്ഷേ മുന്നോട്ടുള്ള ചരിത്രത്തിൽ നമുക്കറിയാം റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നീട് വളരെ കാലം 82 വയസ്സ് വരെ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് അദ്ദേഹം 6ഓളം ഇതര വിവാഹങ്ങൾ കഴിക്കുന്നുണ്ട്. അതിൽ മാഷാ അല്ലാഹ് അദ്ദേഹത്തിന് 14ഓളം സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 9 ആൺകുട്ടികളും 5 പെൺകുട്ടികൾ അടങ്ങുന്ന 14ഓളം സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരാരും സ്വഹാബികളല്ല, തീർച്ചയാണ്. കാരണം അവരെല്ലാം ജനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷമാണ്. അതിൽ തന്നെ പ്രസിദ്ധരായിട്ടുള്ള താബികളിൽപ്പെട്ട പ്രസിദ്ധരായിട്ടുള്ള ചില പണ്ഡിതന്മാർ, അബാൻ ഇബ്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റഹിമഹുല്ലാഹ്, അവരെ പോലെയുള്ള പ്രസിദ്ധരായിട്ടുള്ള ചില പണ്ഡിതന്മാരെല്ലാം ആ ഗണത്തിൽ വരുന്നുണ്ട്. കേവലം സൂചിപ്പിച്ചെന്ന് മാത്രം. ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇതുവരെ വിശദീകരിച്ച ആ 2 വിവാഹങ്ങളാണ് റസൂലുള്ളാഹിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഒരു പോയിന്റിൽ ഹിജ്റ വർഷം 3-ൽ മദീനയിൽ അരങ്ങേറിയ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ. ഇനി വിവാഹം എന്നുള്ള സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണെങ്കിൽ, ഇതേ സന്ദർഭത്തിൽ തന്നെ ആ മദീനൻ സമൂഹത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ചയ പ്രധാനപ്പെട്ട ഒരു മരണവും ആ സന്ദർഭത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് റസൂലുള്ളാഹിൻ്റെ പ്രസിദ്ധനായിട്ടുള്ള ഒരു അനുയായി, പ്രമുഖ സ്വഹാബി ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് സംഭവിക്കുന്നതും ഈ ഒരു സന്ദർഭത്തിലാണ്. പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. പലതവണയായിട്ട് ആ പേര് നമ്മൾ പരാമർശിക്കുന്നുണ്ട്. പല ആളുകളും അടുത്തറിയാൻ ശ്രമിച്ചിട്ടില്ലാത്തൊരു സ്വഹാബി. അതിൻ്റെ കാരണമായിട്ട് മനസ്സിലാക്കുന്ന അല്ലാഹു ഒരുപക്ഷേ അതേ പേരിൽ മറ്റൊരു പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി അതേ പേരിലുള്ളത് കൊണ്ടായിരിക്കണം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ ഒരു സ്വഹാബിയെ സംബന്ധിച്ച് പലതും മക്കീ കാലഘട്ടത്തെ ഞാൻ പറഞ്ഞിരുന്നു. മറ്റൊരു കാര്യം, ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്തു വെക്കാൻ പറഞ്ഞിരുന്നു. ഹഫ്സാ റളിയല്ലാഹു അൻഹയുടെ വിവാഹം സൂചിപ്പിച്ച സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയുടെ പേര് സൈനബ് ബിൻത്ത് മദ്ഊൻ. അതായത് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുള്ളത്. അതായത് റസൂലുള്ളാഹിൻ്റെ ഭാര്യ ഹഫ്സാ റളിയല്ലാഹു അൻഹയുടെ അമ്മാവനാണ് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു. ഈ ഒരു സ്വഹാബിയെ സംബന്ധിച്ച് മക്കീ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ സീറയെല്ലാം വളരെ സീരിയസ് ആയിട്ട് എഴുതിയെടുത്ത് നോട്ടെല്ലാം എഴുതി കേൾക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ സീറയുടെ 26-ാമത്തെ എപ്പിസോഡിൽ അതിൻ്റെ ആരംഭ ഭാഗത്ത് അബിസീനിയൻ പാലായനത്തെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ച സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മടങ്ങിയെത്തിയതും വലീദ് ബിൻ മുഗീറ അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തതും അതിനുശേഷം ആ ലബീദ് കവിത ചൊല്ലിയ സന്ദർഭത്തിൽ അടി ഏറ്റുവാങ്ങിയ ചരിത്രമെല്ലാം ആ ഭാഗത്ത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിനെല്ലാം ശേഷം അബിസീനിയൻ പാലായനം, പ്രത്യേകമായിട്ട് മറ്റൊരു പോയിന്റ്, അബിസീനിയയിലേക്ക് മുസ്ലിങ്ങൾ പാലായനം ചെയ്ത സന്ദർഭത്തിൽ അബിസീനിയയിലേക്ക് 2 പാലായനങ്ങൾ നടക്കുന്നുണ്ട്. മക്കീ കാലഘട്ടത്തിൽ ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പരാമർശിച്ചതാണ്. അബിസീനിയയിലേക്കുള്ള 2-ാം ഹിജ്റയുടെ
ആ രണ്ടാം ഹിജ്റയുടെ തലവനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്ത് നമുക്കെല്ലാവർക്കും അറിയാം ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്ന ആ സംഘത്തിൻ്റെ നായകൻ. അതേ സന്ദർഭത്തിൽ അബിസീനിയയിലേക്കുള്ള ആദ്യത്തെ അബിസീനിയൻ പലായനത്തിൻ്റെ നേതാവായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തിൻ്റെ നായകനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ഹിജ്റയുടെ നായകനായി റസൂലുള്ള തെരഞ്ഞെടുത്തത്. ശേഷം അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചെത്തി രണ്ടാമത്തെ ഹിജ്റ മദീനൻ ഹിജ്റയിലും അദ്ദേഹം പങ്കെടുത്തു. ഈ രണ്ട് ഹിജ്റ എന്നുള്ളത് വലിയ സ്ഥാനമാണ്. അസ്ഹാബുൽ ഹിജ്റത്തൈൻ മദീനൻ ഹിജ്റയിൽ അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ചും പ്രത്യേകമായിട്ട് പരാമർശിക്കേണ്ടതുണ്ട്. അദ്ദേഹം വിവാഹം കഴിക്കുന്നത് ഖൗല റളിയല്ലാഹു അൻഹയാണ്. പ്രത്യേകമായിട്ട് കൺഫ്യൂഷൻ ആകരുത്, സീറയിൽ 2 ഖൗല കടന്നു വരുന്നുണ്ട്. ഒന്നാമത്തത് ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ. അവരാണ് സൂറത്തുൽ മുജാദലയുടെ അവതരണ പശ്ചാത്തലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പരാതിയുമായിട്ടൊരു സ്ത്രീ വരുന്നുണ്ട്. ആ ഒരു വിഷയത്തിൽ തന്നെ മുമ്പ് നമ്മളൊരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. അത് ഖൗല ബിൻത് സഅലബയാണ്. ഇവിടെ നമ്മൾ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അത് ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹ. അവരെ സംബന്ധിച്ചും മുമ്പ് നമ്മൾ സീറയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം കണക്ട് ചെയ്യാൻ സുഖമാണ്. നമ്മൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുള്ളാഹിൻ്റെ അടുത്തൊരു പ്രപ്പോസലായിട്ട് ഒരു സ്ത്രീ വരുന്നതായിട്ട് സീറയുടെ 51-ാമത്തെ എപ്പിസോഡിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം സൂചിപ്പിക്കുന്ന എപ്പിസോഡിൽ ഈ ഒരു സ്വഹാബി വനിതയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ വിവാഹ പ്രപ്പോസലായിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം, ആ സൗദ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം, ആ ഒരു പ്രപ്പോസൽ കൊണ്ടുവരുന്നത് ഇവരാണ്. ചിന്തിച്ചു നോക്കുക, അതന്നെ ഒരു വലിയ സൗഭാഗ്യം. ഈ ഒരു റസൂലുള്ളാഹിക്ക് പിൻകാലഘട്ടത്തിൽ റസൂലുള്ളാഹിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായി മാറിയ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതിന് ഒരു കാരണക്കാരി ഈ ഖൗല റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ആ വിവാഹശേഷവും റസൂലുള്ളാഹിൻ്റെ വീടുമായിട്ട് വലിയ ബന്ധമായിരുന്നു. ഖൗല റളിയല്ലാഹു അൻഹ പല സന്ദർഭത്തിലും ആയിഷ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കുന്നുണ്ട്. അവരൊരു ഫാമിലി ഫ്രണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു അങ്ങനെ മദീനയിൽ ഹിജ്റ ചെയ്തെത്തിയ സന്ദർഭത്തിൽ മദീനയിലെ സാഹചര്യം നമുക്കറിയാം, മക്കയെ പോലെയല്ല, എല്ലാ സാഹചര്യവും അനുകൂലമാണ്. മക്കയെ പോലെയുള്ള പീഡനങ്ങളും പ്രയാസങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭൗതിക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് ഒരു ആത്മീയയുടെ പാതയിലേക്ക് അദ്ദേഹം ചെരിയുന്നുണ്ട്. അതായത് ഒരല്പം കൂടെ അതിര് കടന്ന് വല്ലാതെ ആത്മീയയുടെ പാതയിലേക്ക് അദ്ദേഹം വല്ലാതെയായിട്ട് പോകുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് 3 ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വന്ന് റസൂലുള്ളാഹിൻ്റെ ഇബാദത്തുകളെ സംബന്ധിച്ച് ചോദിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതിൽ 3 ആളുകൾ 3 ശപഥം ചെയ്യുന്നുണ്ട്. ഒരാൾ പറയുന്നുണ്ട്, ഇനി മേലിൽ ഞാൻ രാത്രി ഉറങ്ങില്ല. മറ്റേ ആൾ, ഇനി ഞാൻ വിവാഹം പോലും കഴിക്കില്ല എൻ്റെ ജീവിതം മുഴുവൻ. ഈ 3 ആളുകൾ ആ ഹദീസിൻ്റെ വിശദീകരണത്തിലും അടിക്കുറിപ്പായിട്ട് സ്വഹീഹുൽ ബുഖാരിയിലും അതിൻ്റെ വ്യാഖ്യാനത്തിലെല്ലാം ഫതഹുൽ ബാരി പോലെയുള്ള വ്യാഖ്യാനത്തിലെല്ലാം കാണാൻ സാധിക്കും. ആ 3-ൽ ഒരാൾ നമ്മളിവിടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ രൂപത്തിൽ അദ്ദേഹം വളരെ മതപരമായിട്ടുള്ള കാര്യത്തിൽ ഒരല്പം അതിര് കിടന്ന് അദ്ദേഹം പോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം തന്നെ കാണാൻ സാധിക്കും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നമ്മളിവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹ അവർ പതിവ് പോലെ വന്ന സന്ദർഭത്തിൽ അവർ വളരെ മോശം വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. വസ്ത്രം നല്ല രൂപത്തിലുള്ള വസ്ത്രമല്ല, അതേപോലെ തന്നെ മുടിയൊന്നും ചീകാതെ വല്ലാത്ത രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ കാണുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ച്, എന്ത് പറ്റി ഖൗല, എന്താണ് നീ ഈ രൂപത്തിലെല്ലാം നടക്കുന്നത്? ആ സന്ദർഭത്തിൽ ഖൗല റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, ഞാനെന്തിനാണ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത്? എൻ്റെ ഭർത്താവിന് ഏതായാലും ദുനിയാവിലൊന്നും യാതൊരു താല്പര്യമില്ല, അവർക്ക് ദുനിയാവൊന്നും വേണ്ട. ഈ രൂപത്തിലൊരു മറുപടി പറഞ്ഞ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കാര്യം പിടികിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പിച്ചു. ഹദീസിൽ ഈ സംഭവം കാണാൻ സാധിക്കും. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ ഉസ്മാൻ അലൈസ ലക ഫീ ഉസ്വത്തുൻ ഹസന, നിനക്ക് എന്നിൽ ഉത്തമമായിട്ടുള്ള മാതൃകയില്ലേ, പിന്നെ എന്തിനാണ് അതിര് കടക്കാൻ ശ്രമിക്കുന്നത്? ആ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലുള്ളാഹ്, തീർച്ചയായിട്ടും താങ്കളിൽ എനിക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചു, എൻ്റെ ഭാര്യമാരോടൊപ്പം ഞാൻ ഉറങ്ങുന്നുണ്ട്, അവരോടൊപ്പം കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അതോടൊപ്പം ഞാൻ രാത്രി നമസ്കരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നോമ്പനുഷ്ഠിക്കാറുണ്ട്. എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുന്നില്ല, ചില ദിവസം ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കാത്ത ദിനങ്ങളുണ്ട്. അതുകൊണ്ട്
എൻ്റെ സുന്നത്തിന് ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശക്തമായിട്ടുള്ള താക്കീത് ചെയ്യുന്നുണ്ട്. സമാനമായിട്ടുള്ള സംഭവം അബൂദർദാ റളിയല്ലാഹു അൻഹു, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിലും സമാനമായിട്ടുള്ള ഉപദേശം റസൂലുള്ളാഹി അവിടെയും നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഉപദേശം എല്ലാം നൽകി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി തിരിച്ചയച്ചു. അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് ഒരല്പ ദിവസങ്ങൾക്ക് ശേഷം ഹൗല എൻ്റെ അടുത്ത് വന്നു. ആ സന്ദർഭത്തിൽ വളരെ ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മുടിയെല്ലാം നല്ല അഴകിൽ ചീകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ, ആ പഴയ പോലെ എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം നല്ലൊരു ഭർത്താവാണിപ്പോൾ. ഈ രൂപത്തിൽ അവർ മറുപടി പറഞ്ഞു. പിന്നീട് അവർ സന്തോഷത്തോടു കൂടെ ജീവിച്ചു എന്നല്ല ആ ഒരു സംഭവം കാണാൻ സാധിക്കും. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള ജീവിത രീതിയായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അനുഷ്ഠിച്ചത്. പല സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം കണ്ട് പല സന്ദർഭത്തിലും സ്വഹാബികളുടെ കണ്ണ് നിറയുന്നതായിട്ടെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലെല്ലാം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവസാനമായിട്ട് മദീനൻ കാലഘട്ടത്തിൽ ഈ ഒരു സ്വഹാബിയായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു സംഭവം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഹസനായിട്ട് വരുന്നൊരു ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടുമുറ്റത്ത് റസൂലുള്ളാഹി അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വീടിനരികിലൂടെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അതിലൂടെ നടന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. ഒരു കമ്പനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി വിളിച്ചു. അങ്ങനെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ അവരിങ്ങനെ കാഷ്വലായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ സംസാരത്തിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആകാശത്തേക്ക് തുറിച്ചു നോക്കി. അതിനുശേഷം റസൂലുള്ളാഹി ആ കണ്ണ് വലതുവശത്തുകൂടെ റസൂലുള്ളാഹി ആ കണ്ണുകൾ താഴ്ത്തി ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടക്കി. ഇപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഈ കണ്ണുകളുടെ ചലനം, അസ്വാഭാവികമായിട്ടുള്ള ചലനം അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിച്ചു, പ്രവാചകർ എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? റസൂലുള്ളാഹി ഒരാളോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ 100% അയാളെ ശ്രമിക്കും, അയാളിലേക്ക് തിരിഞ്ഞ് പൂർണ്ണമായിട്ട് ശരീരം അയാളിലേക്ക് തിരിച്ച് ആ രൂപത്തിലായിരുന്നു പൊതുവെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തിരുന്നത്. നമ്മളെല്ലാം ഇന്നിപ്പോൾ പല സന്ദർഭത്തിൽ ആതിഥ്യ മര്യാദയിൽ പല സന്ദർഭത്തിൽ ആ ഒരു സുന്നത്ത് മൊബൈലെല്ലാം വന്നതിന് ശേഷം പൊതുവെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 100% അയാളെ ശ്രദ്ധിക്കുമായിരുന്നു. ഈ രൂപത്തിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു ചലനങ്ങൾ കണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹിനോട് അദ്ദേഹം ചോദിച്ചു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി വളരെ കൗതുകത്തോടു കൂടി ചോദിച്ചു, നിങ്ങളത് കണ്ടോ? എൻ്റെ കണ്ണുകൾ ആ രൂപത്തിലെല്ലാം ആയത് നിങ്ങൾ കണ്ടോ? ഒമാ റഅയ്തനി ഫഅൽതു, ഞാൻ എന്ത് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾ കണ്ടത്? റസൂലുള്ളാഹി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സംസാരത്തിനിടയിൽ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നതായിട്ടും പിന്നീട് ആ കണ്ണുകൾ താഴ്ത്തി വലതു ഭാഗത്തിലൂടെ നിങ്ങൾ അടിയിലേക്ക് നോക്കുന്നതായിട്ട് നിങ്ങൾ ചെയ്തത് ഞാൻ കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അത് ചെയ്യാനുള്ള കാരണം റസൂലുള്ളാഹി പറയാണ്, ഹദീസിൽ കാണാൻ സാധിക്കും, അത്താനി റസൂലുള്ളാഹി ആനിഫൻ വ അൻത ജാലിസുൻ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ അരികെ അത്താനി റസൂലുള്ളാഹി, എൻ്റെ അരികെ റസൂലുള്ളാഹി വന്നു. അതായത് റസൂലുള്ളാഹി എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൂതൻ, അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ എൻ്റെ അരികെ വന്നു. ആകാശലോകത്ത് പ്രത്യക്ഷപ്പെട്ട എൻ്റെ അരികെ വന്ന് വലതു ഭാഗത്ത് നിന്നു. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ആ സംസാരത്തിനിടയിൽ എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി നൽകി. ആ വഹി നൽകിയത് സൂറത്തു നഹ്ൽ 16-ാമത്തെ അധ്യായം സൂറത്തു നഹ്ലിൻ്റെ 90-ാമത്തെ വചനം, മനോഹരമായിട്ടുള്ള ആ വചനം ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരുവിധം തഫ്സീറുകളിലെല്ലാം ഇബ്നു കത്തീർ റഹിമഹുല്ലാഹ്, ഇമാം റാസി എല്ലാം ഈ ആയത്തിനടിയിൽ ഈ ഒരു സംഭവം സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ആയത്ത് നമുക്കെല്ലാം സുപരിചിതമാണ്. നമുക്കറിയാം, വെള്ളിയാഴ്ചകളിൽ ആഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ചയും 2-ാമത്തെ ഖുതുബയിൽ ഖതീബ് ഈ ആയത്ത് ഓതുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. സൂറത്തു നഹ്ലിൻ്റെ 90-ാമത്തെ വചനം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ആ ഒരു ആയത്ത് പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഈ ആയത്തിനെ സംബന്ധിച്ച് പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവന പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അഫ്ളലായിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള വചനം നമുക്കെല്ലാവർക്കും അറിയാം, സൂറത്തുൽ ബഖറയിലുള്ള ആയത്തുൽ കുർസിയാണ്. അതേസമയം പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ നന്മയും തിന്മയും ഉൾക്കൊള്ളുന്ന ഒരു ആയത്ത്, അജ്മഉ ആയത്തിൻ ഫിൽ ഖുർആനി ലി ഖൈരി മുത്തസർ വലി ഷർറിൻ ജജ്തനബു, അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ നന്മയും തിന്മയും ഉൾക്കൊള്ളുന്ന ആയത്ത് അത് ഈ സൂറത്തു നഹ്ലിലുള്ള ഈ ഒരു ആയത്താണ്. സുബ്ഹാനല്ലാഹ്, അത്രയേറെ മനോഹരമാണ് ആയത്ത്. നിങ്ങളൊന്ന് അതിൻ്റെ തഫ്സീറുകൾ വായിച്ചു നോക്കുക. അപ്പോൾ അതായത് കടൽ പോലെ വിശാലമായിട്ടുള്ള ആശയമാണ്, ഒരു ക്യാപ്സ്യൂൾ പോലെ ആയത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ ഒരു ആയത്തിൻ്റെ ആശയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത്രയേറെ ആയത്തിന് പ്രാധാന്യം നൽകാനുള്ള കാരണം, ആ ആയത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എക്കാലഘട്ടത്തുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു ഫോർമുലയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്.
ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള ഏതൊരു മനുഷ്യ സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനാവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ, അതേ സന്ദർഭത്തിൽ ഏതൊരു മനുഷ്യ സമൂഹവും അതിൻ്റെ അധപ്പതനത്തിന് കാരണമായേക്കാവുന്ന 3 കാരണങ്ങൾ, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ചെറിയ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാമത്തെ കാര്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അദ്ലാണ്, നീതിയാണ്. നമ്മൾ പറയാറുണ്ട് ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് സൊസൈറ്റി ഈസ് ജസ്റ്റിസ്. നീതിയുടെ പ്രാധാന്യം, നീതി ഏതൊരു സമൂഹത്തിൻ്റെയും ഫൗണ്ടേഷനാണ്. സമൂഹത്തിൽ നീതി നടപ്പിലാക്കുക, സമത്വം, അതേപോലെ തന്നെ അവകാശ സംരക്ഷണങ്ങൾ, അതെല്ലാം ആ പദത്തിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം സമൂഹത്തിലുള്ള പ്രാധാന്യം എത്രയാണ്. നീതി നിഷേധങ്ങൾ കൊണ്ട് ഇന്ന് നമുക്കറിയാം ലോകത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മൾ ദിനേന വായിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇഹ്സാനാണ്. ഇഹ്സാൻ നന്മ എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്താറുണ്ട്. പക്ഷേ ഇഹ്സാനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇഹ്സാൻ എന്നുള്ളത് വളരെ വിശാലമായിട്ടുള്ള അർത്ഥതലങ്ങളുള്ള പദമാണ്. നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇഹ്സാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഡിഫൈൻ ചെയ്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെയുള്ള പ്രവർത്തനങ്ങൾ, അതിനകത്ത് അതായത് നിസ്വാർത്ഥമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകൾ, അതേപോലെ തന്നെ മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റവും സൗഹൃദവും സൽസ്വഭാവവും വിട്ടുവീഴ്ചയും, അതേ രൂപത്തിൽ സാമൂഹിക ജീവിതത്തിൽ വേണ്ട ഒരുവിധം കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം നീതി എന്നുള്ളത്, അദൽ എന്നുള്ളത് ആ സമൂഹത്തിൻ്റെ വളർച്ച, അതിൻ്റെ ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിൻ്റെ ഭംഗിയും അതിൻ്റെ പൂർണ്ണതയും യഥാർത്ഥത്തിൽ ഇഹ്സാനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് എത്ര നല്ല നിയമങ്ങൾ നമ്മൾ സമൂഹത്തിൽ വെച്ചാലും ആ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആളുകൾ ശരിയല്ലെങ്കിൽ എത്ര നല്ല നിയമം കൊണ്ട് യാതൊരു കാര്യമില്ല. പക്ഷേ അതേ സന്ദർഭത്തിൽ അവിടെ ഇഹ്സാൻ കൂടിച്ചേരുന്ന സന്ദർഭത്തിൽ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, നമ്മൾ ട്രാഫിക് ജംഗ്ഷനിലെല്ലാം അവിടെ പോലീസ് ഇല്ലെങ്കിൽ ആ ക്യാമറ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മളൊരു പ്രത്യേക രൂപത്തിലാണ് പെരുമാറുക. അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ സന്ദർഭത്തിലും തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധം സമൂഹത്തിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എത്ര മനോഹരമായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായിട്ട് പറഞ്ഞത്. മൂന്നാമതായിട്ട് ഈതാഹിദുൽ ഖുർബ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധം അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ചെലവഴിക്കുക, അഗതികൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകൾക്ക് ചെലവഴിക്കുക, കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യമാണ് മൂന്നാമതായിട്ട് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ രണ്ടിൽ അത് വരുന്നുണ്ട്. പക്ഷേ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറയാണ്. നമുക്കറിയാം, ഒരു സമൂഹത്തിൻ്റെ സൊസൈറ്റിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നുള്ളത് ആ സമൂഹത്തിലുള്ള കുടുംബങ്ങളാണ്. വീട് മുതലാണ് അത് ആരംഭിക്കുന്നത്. ആ വീട്ടിൽ ഭാര്യയോടും മാതാപിതാക്കളും മുഴുവൻ അവകാശങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമതായിട്ട് പറയാണ്. ഈ 3 കാര്യങ്ങൾ ഏതൊരു സമൂഹത്തിലുണ്ടോ ആ സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും സ്വസ്ഥതയും, ആ സമൂഹം എല്ലാ രൂപത്തിലും ആ സമൂഹം ഉയരും എന്നുള്ളതാണ്. ഏറ്റവും ഉന്നതിയിലേക്ക് ആ സമൂഹത്തിന് അവർക്ക് കുതിക്കാൻ കഴിയും. അതേ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ അടുത്ത ഭാഗത്ത് ഏതൊരു സമൂഹത്തിൻ്റെയും തകർച്ചയ്ക്ക് കാരണമാകുന്ന 3 കാര്യങ്ങളാണ് ആയത്തിൻ്റെ അടുത്ത ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ തകർച്ചയുടെ കാരണങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ൽ ഒന്നാമതായിട്ട് ആദ്യം പറയുന്നത് ഫഹ്ശാകളാണ്, ദുർവൃത്തികൾ, വളരെ നീചമായിട്ടുള്ള പ്രവൃത്തികൾ. അതിനകത്ത് വ്യഭിചാരവും മോഷണവും നഗ്നതാ പ്രദർശനങ്ങൾ തുടങ്ങി പ്രകൃതി വിരുദ്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ ഫഹ്ശാ എന്നുള്ള പദത്തിനകത്ത് വരുന്നുണ്ട്. അതാണ് തകർച്ചയുടെ ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വൽ മുൻകർ. മുൻകർ എന്നുള്ളത് വെറുക്കപ്പെട്ട, അതായത് മതപരമായിട്ട് തെറ്റാണെന്ന് നമ്മുടെ ആ ഒരു ഫിത്ര പറയുന്ന, അതായത് ആളുകൾ ഒന്നടങ്കം വെറുക്കുന്ന അല്ലെങ്കിൽ അപലപിക്കുന്നതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആ മുൻകർ എന്നുള്ള പൊതുവെ മതപരമായിട്ട് നമ്മൾ വിലക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അവസാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ബഗി. ബഗി എന്നുള്ളത് അതിക്രമങ്ങളാണ്, കയ്യേറ്റങ്ങൾ, അന്യായമായിട്ട് മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെ ഹനിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് കൈകൊണ്ടാകട്ടെ വാക്കുകൊണ്ടാകട്ടെ അല്ലെങ്കിൽ കൈകൊണ്ടുള്ള പ്രവൃത്തികൾ, അത്തരത്തിലുള്ളതെല്ലാം ആ ബഗി, അതിക്രമം എന്നുള്ള ആ ഒരു പദത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഇതാണ് 3 തകർച്ചയുടെ കാരണങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്. ഇത്ര വിശാലമായിട്ടുള്ള ആശയമാണ് ആ ഒരു ആയത്ത് നൽകുന്നത്. ഈ ഒരു ആയത്തിൽ പറയപ്പെട്ട 3 കാര്യങ്ങൾ, ഉന്നമനത്തിന് ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തകർച്ചയ്ക്ക് കാരണമായേക്കാവുന്ന 3 തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് പറയാണ്. അപ്പോൾ ഈ ഒരു ആയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയത്. ഇപ്പോൾ ഉസ്മാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഒരു ആയത്ത് റസൂലുള്ളാഹി അത് പറഞ്ഞ ആയത്ത്, മനോഹരമായിട്ടുള്ള ആ ഒരു ആയത്ത് പറഞ്ഞ സന്ദർഭത്തിൽ അൽ ഈമാനു വഖറ ഫീ ഖൽബിഹി, എൻ്റെ ഹൃദയത്തിലുള്ള ഈമാൻ വർദ്ധിച്ചു. അതേപോലെ തന്നെ എനിക്ക് റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ്, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം എനിക്ക് വല്ലാതെ വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആയത്ത് കേട്ട സന്ദർഭത്തിൽ
അദ്ദേഹത്തിന് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം കൂടി, അതേപോലെ തന്നെ ഈമാനികമായിട്ടുള്ളൊരു സുനാമി അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിച്ചു എന്നുള്ളതാണ്. പല സന്ദർഭത്തിലും നമ്മൾ ഇതേ രൂപത്തിൽ മതപരമായിട്ടെല്ലാം അനുഷ്ഠിച്ച് നടക്കുന്നതാണെങ്കിലും ചില സന്ദർഭത്തിൽ ചില പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ ചില ആയത്തുകൾ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം മുമ്പില്ലാത്തതായിട്ടുള്ള ഒരു ഈമാനികമായിട്ടുള്ള ഒരു വേലിയേറ്റങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാറുണ്ട്. ആ രൂപത്തിലുള്ള ഒരു അനുഭവം ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ഉണ്ടായി എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ ഒരു സ്വഹാബി ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സീറയുടെ ഭാഗത്തേക്ക് വരാൻ ഹിജ്റ വർഷം 3 ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ആ രോഗം മൂർച്ഛിച്ച് അദ്ദേഹം തീവ്ര രോഗാവസ്ഥയിൽ അവിടെ കിടപ്പിലാണ്, ഏകദേശം മരണത്തോട് അടുത്ത അവസ്ഥയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ വിവരം അറിയിച്ചു. റസൂലുള്ളാഹി വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരാൻ. അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തുണ്ടായിരുന്നു. ഒരല്പനേരം കൊണ്ട് തന്നെ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്നും ധാരയായിട്ട് കണ്ണീരൊഴുകുന്നുണ്ട്. അവർ മയ്യത്ത് കുളിപ്പിച്ചു ആ മയ്യത്ത് അവിടെ കിടത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നെറ്റിയിൽ പോയി ചുംബിക്കുകയാണ്. ആ കണ്ടു നിന്ന് ആളുകൾ ഉദ്ധരിക്കുന്നുണ്ട്, റസൂലുള്ളാഹിൻ്റെ കണ്ണീര് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പതിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചര്യ, അതായത് മയ്യത്തിനെ ചുംബിക്കുന്ന ആ ഒരു ചര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിലാണ് നൽകുന്നത്. നമുക്കറിയാം അത് അനുവദനീയമാണ്. മുന്നോട്ടുള്ള ചരിത്രത്തിൽ നമുക്കറിയാം, മുന്നോട്ടുള്ള ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ നെറ്റിയിൽ ചുംബിക്കുന്നതെല്ലാം മുന്നോട്ടുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ആ ജനാസയെ അനുഗമിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പോകുന്നു. അതിനുശേഷം ആ മസ്ജിദ് നബവിയുടെ ഖബർസ്ഥാൻ ബഖീൽ ഗർഖദിൽ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പ്രത്യേകമായിട്ട് അടിവരയിടേണ്ട ഒരു കാര്യം, പല ആളുകളും ആ ബഖീൽ ഗർഖദിൽ ആദ്യമായി ഖബറടക്കിയ സ്വഹാബി എന്നുള്ള നിലക്ക് ചില ചരിത്രകാരന്മാർ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്താറുണ്ട്. ആ പ്രസ്താവന ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത ഉടനെ അല്ലെങ്കിൽ ഹിജ്റക്ക് തൊട്ടു മുമ്പായിട്ട് തന്നെ നമുക്കറിയാം പ്രമുഖരായിട്ടുള്ള അൻസാറുകളിൽപ്പെട്ട നിരവധി സ്വഹാബികൾ വഫാത്താകുന്നുണ്ട്. സഅദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിനെ പോലെ. അതല്ലെങ്കിൽ ഹിജ്റയുടെ ആ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ ഖുബൈലെത്തിയ സന്ദർഭത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട അവിവാഹിതരായിട്ടുള്ള ആളുകൾ താമസിച്ച ഖുബൈലുണ്ടായിരുന്ന കുൽസും ഇബ്നു ഹദം റളിയല്ലാഹു അൻഹു അവരെല്ലാം ഇതിനു മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഓൾറെഡി അവിടെ ബഖീൽ ഗർഖദിൽ ഖബറടക്കിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിൽ മരണപ്പെടുന്ന ആദ്യത്തെ മുഹാജിറായിട്ടുള്ള സ്വഹാബിയാണ്. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് മദീന ഹിജ്റ ചെയ്തെത്തിയ മുഹാജിറുകൾക്കിടയിൽ നിന്നും മരണപ്പെടുന്ന ആദ്യത്തെ സ്വഹാബി, ആദ്യമായിട്ട് മുഹാജിറുകൾക്കിടയിൽ നിന്നും വഫാത്താകുന്ന സ്വഹാബിയാണ് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു. ഹിജ്റ വർഷം 3 സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ജനാസ, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ബഖീൽ ഗർഖദിലേക്ക് കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ആ മയ്യത്ത് വെച്ച് ആ ഖബർ മൂടിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മാജയും അബൂദാവൂദ് എല്ലാം ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹസനായിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറെല്ലാം മൂടിയതിന് ശേഷം അമറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ അൻ യഅതിയഹു ബിഹജ്റിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ല് കൊണ്ടുവരാൻ വേണ്ടി റസൂലുള്ളാഹി അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികളോട് കൽപ്പിച്ചു. റസൂലുള്ളാഹി ഒരു പ്രത്യേക കല്ല് ചൂണ്ടിക്കാണിച്ചു. ആ സന്ദർഭത്തിൽ ഒരു സ്വഹാബി പോയി ആ കല്ലെടുക്കാൻ ശ്രമിച്ചു. അത് വലിയ കല്ലായിരുന്നു. ഫലം യസ്തത്തി ഹംലഹു, അതിൻ്റെ ആ ഒരു ഭാരം കാരണം അയാൾക്കത് പൊക്കാൻ കഴിയുന്നില്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഫഖാമ ഇലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മ ഹമലഹ, റസൂലുള്ളാഹി എഴുന്നേറ്റ് പോയി ആ കല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊക്കി. റസൂലുള്ളാഹി അത് പൊക്കിക്കൊണ്ടുവന്ന് ഫവളഅഹ ഇൻദ റഅസിഹി, ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയുടെ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് വെച്ചു. അതായത് അത് വെച്ചതിൻ്റെ കാരണം ആ ഖബർ തിരിച്ചറിയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. അപ്പോൾ അതേ രൂപത്തിൽ ഖബർ തിരിച്ചറിയാൻ വേണ്ടി ആ ഒരു പ്രവൃത്തി ചെയ്യാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രവൃത്തി ആ സന്ദർഭത്തിൽ ചെയ്യുന്നു. അതിനുശേഷം ആ കല്ലവിടെ വെച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസിൽ കാണാൻ സാധിക്കും, അതഅല്ലമു ബിഹാ ഖബറ അഖി, ഇത് എൻ്റെ സഹോദരൻ്റെ ഖബറാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഫഅദ്ഫൻ മാത മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽ നിന്നും ഇനി ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഇനി ആരെങ്കിലും വഫാത്താവുകയാണെങ്കിൽ ഞാൻ അതായത് അദ്ദേഹത്തിന് അരികെ ഞാൻ ഖബറടക്കുമെന്നും ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട അനുചരൻ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ ആ അന്ത്യയാത്രക്ക് അയക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി കണ്ണ് നിറച്ചുകൊണ്ട്
ആ സ്വഹാബിയെ സംബന്ധിച്ച് ചില പ്രശംസാ വാക്കുകൾ പറയുന്നുണ്ട്. ആ സ്വഹാബിയുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് റസൂലുള്ള ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, റഹിമക്കല്ലാഹു യാ ഉസ്മാൻ, ഓ ഉസ്മാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കൾ അനുഗ്രഹിക്കട്ടെ. മാ അസബ്ത മിന ദുനിയ വലാ അസ്വാബത് മിൻക, ദുനിയാവിൽ നിന്നും താങ്കൾ ആ ജീവിതത്തിലുടനീളം ദുനിയാവിൽ നിന്നും താങ്കൾ ഒന്നും നേടിയിട്ടില്ല, അതേപോലെ തന്നെ താങ്കളിൽ നിന്നും ദുനിയാവിന് യാതൊരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല. മനോഹരമായിട്ടുള്ള പ്രസ്താവന. ആ പ്രസ്താവനയെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ദുനിയാവ് താങ്കളെ സ്പർശിച്ചിട്ടില്ല. അതായത് നമുക്കറിയാം പല സന്ദർഭത്തിലും നമ്മൾ ആ ശുദ്ധ പ്രകൃതിയോടുകൂടി ദുനിയാവിലേക്ക് വന്നാൽ ആ ദുനിയാവിൻ്റെ പ്രലോഭനങ്ങളും അതേപോലെ തന്നെ സുഖസൗകര്യങ്ങളും ആ ദുനിയാവിൻ്റെ ഫിത്രയിൽ അകപ്പെട്ട് പല സന്ദർഭത്തിലും ആ ദുനിയാവ് നമ്മളെ മറ്റൊരാളാക്കി പരിവർത്തിക്കാറുണ്ട്. ആ രൂപത്തിലൊന്നും ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ദുനിയാവിന് താങ്കളെ സ്പർശിക്കാനായിട്ടില്ല, അതേപോലെ തന്നെ താങ്കളിൽ നിന്ന് ദുനിയാവിന് യാതൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഈ ഒരു പ്രസ്താവന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സ്വഹാബിയെ സംബന്ധിച്ച് ആ സന്ദർഭത്തിൽ നടത്തുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ആ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഉദ്ധരണികൾ. ഇനി അവസാനമായിട്ട് ഈ ഒരു ഭാഗത്ത് ഉഹുദിന് തൊട്ടു മുമ്പായിട്ട് ഉഹുദിലേക്ക് വഴിവെച്ച പ്രധാനപ്പെട്ട ഒരു കാരണമായി വർത്തിക്കുന്ന ഒരു സൈനിക സംരംഭത്തെ സംബന്ധിച്ചാണ് ഇനി നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നിരവധി ബദറിനും ഉഹുദിനും ഇടയിൽ അരങ്ങേറിയ പ്രധാനപ്പെട്ട ചില സൈനിക സംരംഭങ്ങളെ സംബന്ധിച്ച് ഗസ്ബകളും സരിയകളും നമ്മൾ വിശദീകരിച്ചിരുന്നു. ഗസ്ബത്തു ദി അംർ, അതേപോലെ തന്നെ ഗസ്ബത്തു സവീഖെല്ലാം കഴിഞ്ഞ ഭാഗത്ത് വിശദീകരിച്ചത് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അബൂ സുഫിയാൻ ആ പ്രതികാരദാഹുവായിട്ട് മദീനയിൽ ഒരു മിന്നലാക്രമണം നടത്തിയതും അൻസാറുകളിൽപ്പെട്ട ചില ആളുകളെല്ലാം വധിച്ച് അദ്ദേഹം കടന്നു കളഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം അതിനിടയിൽ സംഭവിച്ചു. അതിനുശേഷം ഖുറൈശികൾ ഈ വർഷത്തെ ഹിജ്റ വർഷം 3 ഏകദേശം റമദാനോട് അടുത്ത സന്ദർഭത്തിൽ ആ വർഷത്തെ പ്രധാനപ്പെട്ട കച്ചവട യാത്ര, കച്ചവട കാരവൻ പോകാനുള്ള സമയമായി. നമുക്കറിയാം അവരുടെ ഉപജീവന മാർഗം എന്നുള്ളത് വർഷത്തിലുള്ള ആ 2 യാത്രകളാണ്, ഇലാഫിഹിം രഹ്ലത്ത് ഷിതാ വസ്സൈഫ്. ഇപ്പം കഴിഞ്ഞ വർഷം ഹിജ്റ വർഷം 2 അതേ രൂപത്തിൽ ആ കച്ചവട കാരവൻ പോയ സന്ദർഭത്തിലാണ് ബദർ ഉണ്ടായത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് കഴിഞ്ഞ വർഷം ഖുറൈശികളുടെ ആ കച്ചവട കാരവൻ പുറപ്പെട്ട സന്ദർഭത്തിൽ ആ കാരവനെ ലക്ഷ്യം വെച്ചായിരുന്നു മുസ്ലിങ്ങൾ പുറപ്പെട്ടത്. പക്ഷേ കാരവൻ്റെ തലവനായിരുന്ന അബൂ സുഫിയാൻ സമർത്ഥമായിട്ട് മറ്റൊരു വഴിയിലൂടെ ആ ചെങ്കടൽ വഴി അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു. കാരവൻ സേഫായിട്ട് മക്കയിലെത്തി. പക്ഷേ അവിടെ ബദർ അരങ്ങേറി. പക്ഷേ ഈ ഒരു വർഷം ഹിജ്റ വർഷം 3 ആ കച്ചവട യാത്രക്കുള്ള സമയമായ സന്ദർഭത്തിൽ ഖുറൈശികൾ വലിയ അങ്കലാപ്പിലാണ്. കാരണം അവർക്കറിയാം ഏതായാലും മുസ്ലിങ്ങൾ ഈ വർഷവും അവരെ വിടാൻ പോകുന്നില്ല. കഴിഞ്ഞ വർഷം ഏതായാലും മുസ്ലിങ്ങൾക്ക് അവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുറൈശികൾ ആ സ്ഥിരം റൂട്ടിലൂടെ, അവർ സ്ഥിരമായിട്ട് പോകുന്ന ആ റൂട്ടിലൂടെ ആ കാരവൻ പോകുന്നത് ഒരർത്ഥത്തിലും ബുദ്ധിയല്ലെന്ന് ഖുറൈശികൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും ഈ വർഷത്തെ ആ പ്രധാനപ്പെട്ട കച്ചവട കാരവൻ ആ യാത്രക്കുള്ള സമയമായി. ആ കാരവനെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ കാരവനെ, ഈ വർഷത്തെ കച്ചവട കാരവനെ നയിക്കുന്നത് അബൂ സുഫിയാനല്ല. കഴിഞ്ഞ വർഷം അബൂ സുഫിയാനായിരുന്നു ആ കാരവൻ്റെ ലീഡർ. പക്ഷേ ഈ വർഷം നമുക്കറിയാം അതിന് ശേഷം ബദർ സംഭവിച്ചു. ബദറിൽ പ്രധാനപ്പെട്ട അവരുടെ ലീഡർമാരെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ കച്ചവട കാരവൻ്റെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തത് സൊഫ്വാൻ ഇബ്നു ഉമയ്യയാണ്. സൊഫ്വാൻ ഇബ്നു ഉമയ്യ നമുക്കറിയാം ഉമയ്യ ഇബ്നു ഖലഫിൻ്റെ മകനാണ്. ഉമയ്യ ഇബ്നു ഖലഫും ബദറിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സൊഫ്വാൻ ഇബ്നു ഉമയ്യയാണ് ഈ ഒരു വർഷത്തെ കച്ചവട കാരവനെ നയിക്കുന്നത്. അപ്പോൾ സൊഫ്വാൻ പറഞ്ഞു, ഇപ്പോൾ ഖുറൈശികൾ ഈ ഒരു അടിയന്തരമായിട്ട് ഒരു രഹസ്യമായിട്ടുള്ളൊരു യോഗം വിളിച്ചു ചേർത്ത് എന്താണ് നമ്മൾ ചെയ്യുക, നമ്മുടെ സ്ഥിരം റൂട്ട് സേഫല്ല. ആ സൊഫ്വാൻ ഇബ്നു ഉമയ്യ ആ മീറ്റിങ്ങിൽ പറഞ്ഞു, മുഹമ്മദും അനുയായികളും കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ആ റൂട്ട് നമുക്ക് സേഫല്ല, നമ്മൾ പകരം മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം അബൂ സുഫിയാൻ രക്ഷപ്പെട്ട ആ ഒരു ചെങ്കടൽ തീര, ആ കോസ്റ്റൽ റൂട്ട് അതും സേഫല്ല. കാരണം അദ്ദേഹം പറയാണ്, ആ മീറ്റിങ്ങിൽ അദ്ദേഹം പറയാണ്, പ്രത്യേകം മടിവരയിടുക. സഫ്വാൻ ഇബ്നു ഉമയ്യ പറയാണ്, അവിടെയുള്ള ഗോത്രവർഗ്ഗങ്ങളെല്ലാം, ആ ഭാഗത്ത് താമസിക്കുന്ന ഗോത്രവർഗ്ഗങ്ങളെല്ലാം ഈ ഒരു സന്ദർഭത്തിൽ അലാ ദീനിഹി, അവരും മുഹമ്മദിൻ്റെ മതത്തിലാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖ്യകക്ഷികളാണ്. ഇവിടെ നമ്മൾ വരികൾക്കിടയിലൂടെ മനോഹരമായിട്ട് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം, പല സന്ദർഭത്തിലും മദീനൻ സീറ എന്നുള്ളത് പ്രധാനമായിട്ടും ഖസ്ബകളും സരിയകളും മാത്രമാണ്. പക്ഷേ അതിനിടയിലും ഇതേ രൂപത്തിൽ നിരവധി ദഅ്വാ പ്രവർത്തനങ്ങളും ഇതേ രൂപത്തിൽ പലതും അതിനിടയിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ചരിത്രകാരന്മാർ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ രൂപത്തിലുള്ള പ്രസ്താവനകൾക്കിടയിലൂടെ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ആളുകളെല്ലാം ദഅവത്തിലൂടെ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി തീർന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ചെങ്കടൽ തീരത്തിലൂടെ ഉള്ള യാത്രയും നമുക്ക് ഈ വർഷം സേഫല്ല. ഇനി നമ്മൾ ഏത് വഴിക്കാണ് പോവുക, അതാണ് അവരുടെ ചർച്ച.
അതേ സന്ദർഭത്തിൽ കച്ചവട യാത്ര ഒഴിവാക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മുഴുവൻ പട്ടിണിയാകും. അതാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ഉപജീവന മാർഗം. അപ്പം അതാണ് ആ സദസ്സ് മുഴുവൻ ചർച്ച ചെയ്യുന്നത്. മുഴുവൻ ഖുറൈശി നേതാക്കളും ചിന്തയിലാണ്. അങ്ങനെ അവസാനം ആ സദസ്സിൽ നിന്നും അവിടെ ഉണ്ടായിരുന്നൊരു തലമുതിർന്ന നേതാവ്, ആ ഖുറൈശികളിൽപ്പെട്ട ഒരു വ്യക്തി, അയാൾ എഴുന്നേറ്റുന്നതുകൊണ്ട് അയാളുടെ പേര് അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ്. പ്രത്യേകം മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബനു ഹാശിമിലുള്ള അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചല്ല, അതേ പേരിലുള്ള മറ്റൊരാളാണ് അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ്. അയാൾ എഴുന്നേറ്റുന്നതുകൊണ്ട് പറഞ്ഞു, നമ്മുടെ സ്ഥിരം റൂട്ട് ഒഴിവാക്കാൻ നമുക്ക് മറ്റൊരു വഴി, ഒരു വളഞ്ഞ വഴി നമ്മൾ ഈ ഒരു വർഷം സ്വീകരിക്കുക. എന്നിട്ട് അദ്ദേഹം ഇതുവരെ ഖുറൈശികൾ അത്രയും കാലം യാത്ര ചെയ്ത് പരിചയമില്ലാത്ത തികച്ചും ദുർഘടമായിട്ടുള്ള ഒരു പാത അയാൾ നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. അയാൾ പറഞ്ഞത് ഇറാഖ് വഴി മദീനയുടെ കിഴക്ക് ഭാഗത്തൂടെ ഷ്യാമിലേക്ക്, അതായത് സ്ഥിരം പോകുന്നതിൻ്റെ ഇരട്ടി 3 ഇരട്ടി അവർ സഞ്ചരിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ആ പോകുന്ന റൂട്ട് വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. അതല്ലാതെ മറ്റൊന്നും ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുമാത്രമല്ല, ആ വഴി അവർക്ക് പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ വഴി അറിയാവുന്ന ഒരു GPS, അതായത് ഒരു വഴികാട്ടിയായിട്ട് ഒരാളെ, ഫുറാത്ത് ബിൻ ഹയ്യാൻ എന്നുള്ള ഒരാളെ ആ കച്ചവട കാരവന് വേണ്ടി വഴികാട്ടിയായിട്ട് അയാളെ നിയമിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ചർച്ചയും ആ തീരുമാനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് അത്രയും വലിയൊരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ആ ബദർ ഖുറൈശികൾക്ക് നൽകിയത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബദർ വിശദീകരിച്ച സന്ദർഭത്തിൽ പറഞ്ഞത്, അറേബ്യൻ ഉപദ്വീപിൽ മുസ്ലിങ്ങളുടെ ശക്തി എല്ലാ അർത്ഥത്തിലും വിളിച്ചോതുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിജയമായിരുന്നു ബദർ. അപ്പോൾ ഏതായിരുന്നാലും ആ ഒരു പ്രധാനപ്പെട്ട തീരുമാനം അവർ ആ മീറ്റിങ്ങിലെടുത്തു. പ്രത്യേകം മനസ്സിലാക്കുക, അതീവ രഹസ്യമായിട്ടാണ് ആ പ്ലാനെല്ലാം അവർ ഒരുക്കുന്നത്. ഒരിക്കലും ഒരു കാരണവശാലും ആ ഒരു വാർത്ത ഒരിക്കലും ലീക്കാകാൻ പാടില്ല. അതെങ്ങാനും മുസ്ലിങ്ങളുടെ ചെവിയിലെത്തിയാൽ അപകടമാണ്. പക്ഷേ അവരെത്ര രഹസ്യമാക്കിയാലും എല്ലാത്തിനും സാക്ഷിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കണ്ണിൽ എല്ലാ രഹസ്യങ്ങളും പരസ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാർത്ത മുസ്ലിങ്ങളുടെ ചെവിയിലെത്തിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ രസകരമായിട്ടുള്ള സംഭവം അരങ്ങേറുന്നത്, ഈ ഒരു രഹസ്യ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു ഖുറൈശി വ്യക്തി, അയാളുടെ പേര് നഈം ഇബ്നു മസ്ഊദ്. നഈം ഇബ്നു മസ്ഊദ് എന്നുള്ള ഒരു ഖുറൈശി അയാൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ ഒരിക്കൽ അയാളുടെ കൂട്ടുകാരനോടൊപ്പം അയാൾ മദ്യപിക്കുകയായിരുന്നു. ആ കൂട്ടുകാരൻ്റെ പേര് സ്വലിയത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു സ്വഹാബിയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഇസ്ലാം രഹസ്യമാക്കി വെച്ചുകൊണ്ട് അയാൾ മക്കയിൽ ജീവിക്കുകയാണ്. അയാൾ മുസ്ലിമാണ്. അപ്പം സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ചോദ്യം, മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് മദ്യപിക്കുക എന്നാണ് സംശയിക്കുന്നതെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കുക, ഈ ഒരു സന്ദർഭത്തിൽ മദ്യം വിലക്കിക്കൊണ്ടുള്ള ആ ഒരു കൽപ്പന ഈ ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടായിരുന്നില്ല. മദ്യം ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിർത്തലാക്കിയത്. അതുകൊണ്ടാണ് ബദറിൻ്റെ അനന്തരം ഹംസ റളിയല്ലാഹു അൻഹു അതേ രൂപത്തിൽ മദ്യപിച്ചായിട്ടുള്ള ഒരു സംഭവം എല്ലാം സ്വഹീൽ ബുഖാരി തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ മദ്യം വിലക്കിക്കൊണ്ടുള്ള കൽപ്പന പിന്നീടാണ് കടന്നു വരുന്നത്. അപ്പോൾ അവർ മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ രഹസ്യ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഖുറൈശി ആ നഈം ഇബ്നു മസ്ഊദ് അയാൾ ആ വ്യക്തിയോട്, അതായത് സ്വലിയത്ത് ബിൻ നുഅ്മാനോട് പറഞ്ഞു, ഈ വർഷം ഏതായാലും മുസ്ലിങ്ങൾക്ക് ഖുറൈശി കാരവനെ തൊടാൻ കഴിയില്ല. അവരെല്ലാ അർത്ഥത്തിലും നാണം കെടും. അവരെന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരിക്കലും അവർക്ക് പിടികൊടുക്കാത്തൊരു വഴിയിലൂടെയാണ് നമ്മൾ ഈ വർഷത്തെ കാരവനെ കടത്തുക. ആ മദ്യം തലക്ക് പിടിച്ച ആ മദ്യത്തിൻ്റെ ലഹരിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ സ്വലിയത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു അയാൾ ചോദിച്ചു, ഏത് വഴിയിലാണ് അവർ പോകുന്നത്? അങ്ങനെ അയാൾ ആ രഹസ്യം, അവർ പ്ലാൻ ചെയ്ത ആ രഹസ്യ മീറ്റിങ്ങിൽ അവരെടുത്ത ആ രഹസ്യ പ്ലാനുകളെല്ലാം ആ മദ്യത്തിൻ്റെ ലഹരിയിൽ അയാൾ സുലിയത്ത് ബിൻ നുഅ്മാന് കൈമാറാണ്. അപ്പോൾ സുലിയത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു അയാൾ ആ രഹസ്യം കിട്ടിയ ഉടനെ, ആ വിവരം കിട്ടിയ ഉടനെ തന്നെ അത് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിവരം എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വഹാബികളെ വിളിച്ച്, അതായത് വളരെ ഈസി ടാർഗറ്റാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടായിരുന്നു അവർ ബദറിൽ പോയത്. ബദറിൽ അവർക്ക് യാതൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ആ രൂപത്തിലല്ല. അപ്പോൾ ഇവിടെ ഈ രൂപത്തിൽ നമ്മൾ ബദർ നേരത്തെ വിശദീകരിച്ചിരുന്നു. ഇതേ രൂപത്തിൽ അവരെ ഉന്നം വെക്കാനുള്ള കാരണം, ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ അവരാ നാട്ടിൽ നിന്ന് മാറ്റി ഓടിച്ച് മുസ്ലിങ്ങളുടെ സ്വത്തും സമ്പത്തും വീടുകളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച് പോയ സമ്പത്തെല്ലാം ഖുറൈശികൾ എടുത്തിട്ടാണ് ഈ രൂപത്തിൽ കച്ചവടമെല്ലാം നടത്തുന്നത്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഖുറൈശികളെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കച്ചവട കാരവനയിൽ ലക്ഷ്യം വെച്ച് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 100 അംഗ സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ആ രഹസ്യമായിട്ട് കിട്ടിയ ദിശയിലേക്ക് റസൂലുള്ളാഹി അയക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈനിക സംരംഭം സരിയത്തു സെയ്ദ് ബിൻ ഹാരിസ എന്നുള്ള ഒരു പേരിലാണ് ഈ ഒരു സംഭവം അറിയപ്പെടുന്നത്. സരിയത്തു സെയ്ദ് ബിൻ ഹാരിസ, സരിയാണ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിട്ടില്ല.
അങ്ങനെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആ 100 അംഗ സംഘവുമായിട്ട് ആ രഹസ്യ വിവരം ലഭിച്ച ആ ഒരു റൂട്ട് ലക്ഷ്യമാക്കി അദ്ദേഹം അതിവേഗത്തിൽ കുതിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മറുവശത്ത് മക്കയിൽ നിന്നും ഖുറൈശി കച്ചവടക്കാരവും പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഖുർദ എന്നുള്ള ഒരു സ്ഥലത്തെത്തിയ സന്ദർഭത്തിൽ ആ ഖുറൈശി കച്ചവടക്കാരവൻ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം മുസ്ലിം സൈന്യം പെട്ടെന്ന് അവരെ വളയാണ്. അവർ സ്വപ്നത്തിൽ പോലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ കച്ചവടക്കാരവൻ്റെ കൂടെ എണ്ണപ്പെട്ട ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ മുസ്ലിങ്ങളുടെ ഒരു ആക്രമണം അവർ ഒരു നിലക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മുസ്ലിം സൈന്യത്തെ കണ്ട ഉടനെ തന്നെ അവർ ആ ക്യാരവൻ ഉപേക്ഷിച്ച് ആ ക്യാരവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവർ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ വഴികാട്ടിയായി അവർ കൂടെ കൂട്ടിയിരുന്ന, നേരത്തെ ഞാൻ പറഞ്ഞു, ആ ഫുറാത്ത് ബിൻ ഹയ്യാനെയും മറ്റ് 2 ആളുകളെയും മുസ്ലിങ്ങൾ അവിടെ യുദ്ധത്തടുവാരനായിട്ട് പിടികൂടി. അതിൽ രസകരമായിട്ടുള്ള കാര്യം, അവർ പിടികൂടി ആ ഫുറാത്ത് ബിൻ ഹയ്യാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് മദീനയിലെത്തി ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹിൻ്റെ അനുയായിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ മൊത്തം കാരവൻ, ആ ഖുറൈശികളുടെ ആ വർഷത്തെ മൊത്തം കച്ചവട കാരവൻ മുസ്ലിങ്ങൾക്ക് ഗനീമത്തായിട്ട് ലഭിക്കുകയാണ്. അത് മുസ്ലിങ്ങൾക്ക് ആ ഒരു പോയിന്റ് വരെ മുസ്ലിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഗനീമത്തായിരുന്നു അത്. കാരണം ആ വർഷത്തെ കച്ചവട കാരവനാണ്. അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് ബദറിൽ ഒരു പ്രോമിസ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിൻ്റെ 7-ാമത്തെ വചനം ബദറിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ഇത് യഅദുക്കുമുല്ലാഹു ഇഹ്ദ ത്വാഇഫതൈനി അൻഹാ ലക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ 2-ൽ 1 ഞാൻ നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നേരത്തെ ചെയ്തിരുന്നു. അതിൽ നേരത്തെ കഴിഞ്ഞ വർഷം മുസ്ലിങ്ങൾ ആഗ്രഹിച്ചത് ആ കച്ചവട കാരവനായിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ തന്നെ വദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗക്കത്തി തകൂന ലക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ കാരവനെ ലക്ഷ്യം വെച്ചായിരുന്നു നിങ്ങൾ പുറപ്പെട്ടത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്ലാന് മറ്റൊന്നായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്ലാന് ആ ബദറായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങൾ ആഗ്രഹിച്ചത് ആ വർഷം ലഭിച്ചില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പദ്ധതി അനുസരിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിൽ അവർ പോരാടിയ സന്ദർഭത്തിൽ അവർ നേരത്തെ എന്താണോ ആഗ്രഹിച്ചത്, ആ നേരത്തതിനേക്കാൾ എളുപ്പമായിട്ട് നിസ്സാരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കയ്യിൽ നൽകാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 2-ൽ 1 നൽകുമെന്ന് പ്രോമിസ് ചെയ്തു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം കരീമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ കരീം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ 2ഉം മുസ്ലിങ്ങൾക്ക് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇതേ രൂപത്തിലൊരു ചോയ്സ് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, അതായത് നമ്മൾ ഇത് പല സന്ദർഭത്തിലും നമ്മുടെ ജീവിതത്തിലെല്ലാം ദുനിയാവും ആഖിറത്തും ഈ രൂപത്തിൽ 2 ചോയ്സുകൾ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ആഖിറത്തിന് പ്രാധാന്യം നൽകി നമ്മൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ദുനിയാവ് നമ്മൾ പോലും കരുതാത്ത വഴിയിലൂടെ നിസ്സാരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നുള്ള ഒരു നിഴൽ പോലെ ആ ദുനിയാവ് നമ്മുടെ പിറകെ വരുമെന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാതെ തന്നെ അത് നൽകും. ആ ഒരു മനോഹരമായിട്ടുള്ള പാടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വിവരം ഉടനെ തന്നെ മക്കയിലെത്തി. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ആ ബദറിന് ശേഷം ഖുറൈശികൾക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഈ ഒരു കാരവൻ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ വർഷം കാരവനെ അവർ സേഫായിട്ട് മക്കയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബദറിൽ പ്രധാനപ്പെട്ട നിരവധി നേതാക്കൾ അവർക്ക് നഷ്ടപ്പെട്ടു. യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു. ഈ വർഷമാകട്ടെ ആ കച്ചവട കാരവനും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം പരിഹാരമായിട്ട് അവരുടെ മുന്നിൽ 2 മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ അഹങ്കാരവും ശത്രുതയെല്ലാം ഉപേക്ഷിച്ച് ഒരുപാട് കാലമായി മുസ്ലിങ്ങൾ അവിടെ നാട് കടത്തി ഉപദ്രവിച്ചു. ഇനി അതെല്ലാം അവസാനിപ്പിച്ച് അഹങ്കാരവും ശത്രുതയെല്ലാം മറന്ന് മുസ്ലിങ്ങളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക. അതാണ് മുന്നിലുള്ള 1-ാമത്തെ ഓപ്ഷൻ. 2-ാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, അതല്ലെങ്കിൽ ഞങ്ങളെ ബദറിൽ നിങ്ങൾ കീഴടക്കിയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ശക്തിയും പ്രതാപവും ഒന്നും അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ ഈ സന്ദർഭത്തിലും ദുർബലരല്ല. ഞങ്ങളെ ആ പഴയ ശക്തിയും പ്രതാപവും എല്ലാം തുറന്നു കാണിക്കുന്ന വിധം ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി തന്നെ മുസ്ലിങ്ങൾക്ക് നൽകി മുസ്ലിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുക. അതാണ് 2-ാമത്തെ ഓപ്ഷനായിട്ട് മുന്നിലുള്ളത്. അതിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അഹങ്കാരികളായിട്ടുള്ള ആ ഖുറൈശികൾ തീർച്ചയായിട്ടും അവർ 2-ാമത്തെ വഴി തന്നെയാണ് അവർ തിരഞ്ഞെടുത്തത്. അതിന് പകരമായിട്ട് മദീനയിൽ തന്നെ നേരിട്ട് തന്നെ മുസ്ലിങ്ങൾക്ക് കനത്തൊരു തിരിച്ചടി നൽകാൻ വേണ്ടി ഖുറൈശികൾ ഒരു സൈന്യത്തെ ഒരുക്കുകൂട്ടുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഉഹ്ദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലമായിട്ട് കടന്നു വരുന്നത്. ആ ഒരു സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ഖുറൈശി സൈന്യത്തെ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി നൽകാൻ വേണ്ടി അവർ ഒരുക്കുകൂട്ടുകയാണ്. അതാണ് ഉഹ്ദിൻ്റെ ചരിത്രത്തിലേക്ക് വഴിവെക്കുന്നത്. മനോഹരമായിട്ടുള്ള ആ ഉഹ്ദിൻ്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം മുതൽ നമ്മൾ വിശദമായിട്ട് പരാമർശിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം കഴിയുന്നത്ര ആഴത്തിൽ അത് പഠിക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിച്ച് നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുയായികളോടൊപ്പം ആ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ.
റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.